ഹലോ അസ്സാം വലൈക്കും വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ അല്ലേ? അൽഹംദുലില്ലാ ഞങ്ങളും ഇവിടെ സുഖമായിരിക്കുന്നുണ്ട്. അപ്പോൾ ഇന്നിപ്പം നോമ്പ് 7ാമത്തെ ദിവസമാണ്. അപ്പോൾ ഇന്നിപ്പം നോമ്പിനായിട്ട് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത് നമ്മുടെ ആലു ബോണ്ട ഉണ്ടല്ലോ, പൊട്ടറ്റോ വെച്ചിട്ടുള്ള ബോണ്ട, പിന്നെ ഉള്ളിപ്പക്കോടയും ഇതൊക്കെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ബാക്കിയെല്ലാം ഞാൻ വീഡിയോ ഷെയർ ആക്കിയത് തന്നെ. പിന്നെ ഞാനിന്ന് ആലു ബോണ്ടേൻ്റെ റെസിപ്പി ആട്ടോ ഷെയർ ആക്കുന്നത്. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് കണ്ടിട്ട് വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്തേക്കുക. അപ്പോൾ ആലു ബോണ്ട ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ 2 വലിയ പൊട്ടറ്റോ ആട്ടോ എടുത്തിരിക്കുന്നത്. അത് നന്നായിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട്. അതിന് ശേഷം അതിലേക്ക് കുറച്ച് ഒരു 1.5 ടേബിൾ സ്പൂണ് മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പ്, പിന്നെ കുറച്ച് ഗരം മസാല, പിന്നെ അരിപ്പൊടി ആട്ടോ. അത് നന്നായിട്ട് ഉള്ളിൽ നന്നായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് അരിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി ഇട്ട് അതിങ്ങനെ ബോൾ പോലെ ഇങ്ങനെ ഉരുട്ടി എടുക്കാനായിട്ട് ആ ഒരു പരുവത്തിലാക്കിയിട്ട് എടുക്കുക. ഇങ്ങനെ ഉരുള പോലെ ആക്കിയെടുക്കുക. ഇതിങ്ങനെ ഉരുള പോലെ ആക്കി എടുത്തിട്ട് ഇനി അത് മുക്കി പൊരിക്കാനായിട്ട് അതിനൊരു ബാറ്റർ തയ്യാറാക്കണം. അതിനായിട്ട് കടലമാവ്, പിന്നെ 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി, ഒരു ക്രിസ്പി കിട്ടാനായിട്ടാണ് അരിപ്പൊടി, പിന്നെ മുളക് പൊടി, ഉപ്പ്, പിന്നെ കുറച്ച് കായപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഉരുളക്കിഴങ്ങിൻ്റെ ഗ്യാസ്ട്രിക് പ്രോബ്ലംസ് അവോയ്ഡ് ചെയ്യാനായിട്ട്. പിന്നെ കുറച്ച് ഒരു നുള്ള് സോഡാപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഇതുപോലെ ഈ ഒരു പരുവത്തിനാക്കിയിട്ട് എടുക്കുക. അത് ആ ബോണ്ട ഉണ്ടല്ലോ അതിൽ നന്നായിട്ട് ഇങ്ങനെ കോട്ടായി കിടക്കണം. ആ ഒരു പരുവമാണ്. ഒരുപാട് ലൂസ് ആകാനായിട്ട് പാടില്ല, ഒരുപാട് തിക്കായിരിക്കാനായിട്ടും പാടില്ല. എന്നിട്ട് എണ്ണ നന്നായിട്ട് ചൂടായതിന് ശേഷം ഈ നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് ആ എണ്ണയിലിട്ട് പൊരിച്ച് എടുക്കാൻ നല്ല ടേസ്റ്റാട്ടോ ഇങ്ങനെ ആക്കിയെടുക്കുന്നത്. എന്നിട്ട് ഇടയ്ക്കൊന്ന് ഇളക്കി തിരിച്ചിട്ട് കൊടുക്കുക. പുറമേയൊക്കെ നല്ലതുപോലെ വെന്ത് കിട്ടണം. ഉള്ളിലെ പൊട്ടറ്റോ ഒക്കെ വെന്തിരിക്കുന്നത് കൊണ്ട് തന്നെ ഉൾഭാഗം ഒരുപാട് വേവേണ്ട കാര്യമില്ല. പക്ഷേ ഈ പുറമേയുള്ള ഈ ഒരു കോട്ടിങ് നല്ലതുപോലെ വെന്ത് കിട്ടണം. ഇവിടെ കണ്ടോ ബോണ്ട നല്ല അടിപൊളിയായി റെഡിയായി വന്നിട്ടുണ്ട്. പിന്നെ അതിന് ശേഷം ഉണ്ടല്ലോ നമ്മൾ നോമ്പൊക്കെ തുറന്നിട്ട് നമ്മളൊന്ന് ജസ്റ്റ് പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. എനിക്ക് ചിക്കനും ഒക്കെ വാങ്ങാനുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ വൈകിട്ടൊന്ന് നെസ്റ്റോയിലേക്ക് പോവാണ്. അപ്പോൾ നോമ്പൊക്കെ തുറന്നിട്ടാണ് നമ്മളിപ്പോൾ ഇറങ്ങിയിട്ടുള്ളത്. ഇപ്പോൾ നെക്സ്റ്റ് എത്തി. ഇവിടെ വന്നു കഴിഞ്ഞാൽ പിന്നെ ഫസ്റ്റ് 2 ആൾക്കും ഇവിടെ പുറത്തിങ്ങനെ ഒരു ടോയ് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ കളിക്കാനായിട്ട് 2 പേർക്കും ബഹളാട്ടോ. അപ്പോൾ അതിരുന്ന് 2 പേരും കുറച്ച് നേരം അവിടെ ഇരുന്ന് കളിച്ചിട്ടാണ് പിന്നെ ഉള്ളിലേക്ക് കയറുന്നത്. അപ്പോൾ ഇന്നിപ്പം റംദാനൊക്കെ ആയതുകൊണ്ട് തന്നെ നെസ്റ്റോയിൽ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. പിന്നെ ചെറിയ തണുപ്പും ഒക്കെ ഉണ്ടായിരുന്നു ഈ ഒരു സമയത്ത്. അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ ചിക്കൻ വാങ്ങാനായിട്ട് വന്നിട്ടുണ്ട്. ചിക്കൻ കട്ട് ചെയ്ത് ഞാൻ വാങ്ങുക ചെയ്യുന്നത്. ഫ്രഷ് ചിക്കൻ മേടിച്ചിട്ട് അത് കട്ട് ചെയ്യാനായിട്ട് കൊടുക്കും. അതുകൊണ്ട് ഫസ്റ്റ് ചിക്കൻ വന്ന് വാങ്ങി അത് കട്ട് ചെയ്യാൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇങ്ങനൊരു പാക്കറ്റ് ഇടിയപ്പം. എനിക്ക് ഇടിയപ്പം ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ എന്തോ എനിക്ക് ഉണ്ടാക്കുക അത് ശരിയാകത്തില്ല. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു പാക്കറ്റിൻ്റെ ഇടിയപ്പം എടുത്തിട്ടുണ്ട്. പിന്നെ ചെറുള്ളിയൊക്കെ എടുത്തിട്ടുണ്ട്. അതേ ഫ്രൂട്ട്സിൻ്റെ ഭാഗത്ത് തിരക്കുണ്ട് കേട്ടോ. കാരണം റംദാൻ ആയതുകൊണ്ട് തന്നെ ഫ്രൂട്ട്സിന് ആളുണ്ട്. പിന്നെ ഇപ്പം പിയർ വേണം എന്ന് പറഞ്ഞ് മോൻ ബഹളം വെച്ചപ്പോൾ അതിൽ നിന്ന് പിന്നെ കുറച്ച് എടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ നോമ്പ് തുടങ്ങിയ സമയത്ത് തന്നെ പോയിട്ട് ഇങ്ങനെ ഒരുമിച്ചൊരു കാർട്ടൂണായിട്ട് ഫ്രൂട്ട്സ് എടുത്തിരിക്കുന്നതുകൊണ്ട് അപ്പോൾ ഫ്രൂട്ട്സ് ഒന്നും വാങ്ങാനില്ല. പിന്നെ കുറച്ച് പനീറും പിന്നെ ചിക്കൻ ബ്രെസ്റ്റ് വാങ്ങിയിട്ടുണ്ട്, സമൂസയും ഒക്കെ ഉണ്ടാക്കാനായിട്ട്. പിന്നെ ഇങ്ങനെ പോപ്കോൺ മോൾക്ക് ഇഷ്ടമാണ്, അങ്ങനെ അതും എടുത്തിട്ടുണ്ട്. പിന്നെ ദോശയ്ക്ക് ആക്കാനായിട്ട് അരി എടുത്തിട്ടുണ്ട്. വൈറ്റ് റൈസ് ഉണ്ടല്ലോ അതെടുത്തിട്ടാണ് ഞാൻ ദോശയ്ക്ക് പച്ചരി വെള്ളത്തിലിട്ട് കുതിർത്തി അങ്ങനെയാട്ടോ ദോശ മാവ് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ അതിനായിട്ട് അരി എടുത്തിട്ടുണ്ട്. പിന്നെ മക്കൾക്ക് നൂഡിൽസും പിന്നെ പാലും അങ്ങനെ എല്ലാം എടുത്ത് ലാസ്റ്റ് ബില്ലടിക്കാനായിട്ട് കൗണ്ടറിൽ വന്നിട്ടുണ്ട്. അപ്പോൾ അവർക്കുള്ള ക്യാൻഡിയും ബിസ്ക്കറ്റും ഒക്കെ ബില്ലടിച്ചിട്ട് 2 പേരും 2 കവറിലാക്കി കയ്യിൽ വെച്ചുകൊണ്ടാണ് നിൽക്കുന്നത്. പിന്നെ അത് ആർക്കും തരില്ല. അപ്പോൾ ഇനിയിപ്പോൾ എന്തായാലും ഷോപ്പിങ്ങൊക്കെ കഴിഞ്ഞ് ഇനിയിപ്പോൾ തിരിച്ച് വീട്ടിലേക്ക് പോയിട്ട് ഇപ്പം ഇന്ന് ഇന്നലെ നോമ്പ് തുറക്കി പോയിട്ട് വന്നപ്പം ബിരിയാണി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കുറച്ച് ബാക്കിയുണ്ട്. അപ്പോൾ പിന്നെ ഇവിടെ നിന്നൊരു കറിയും മേടിച്ചിട്ട് അപ്പോൾ ഇന്ന് രാത്രി അതാണ് കഴിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് നമ്മളിപ്പോൾ തിരിച്ച് വീട്ടിലേക്ക് പോയി ഫുഡൊക്കെ കഴിക്കാനുള്ള പരിപാടിയാണ് കേട്ടോ.
അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോയുമായിട്ട് കാണുന്നത് വരേക്കും ബൈ. അസ്സലാമു അലൈക്കും.